ഗൂഗിൾ മാപ്പിനകത്ത് ഗംഭീരമായ പുതിയ AI ഫീച്ചർ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഗൂഗിൾ മാപ്പുമായി നമുക്ക് തത്സമയം മലയാളത്തിൽ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ ടോൾ ഒഴിവാക്കി എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തരാമോ? ശരി, ടോളുകൾ ഒഴിവാക്കിയുള്ള പുതിയ വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. വഴി മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് തന്നെ എനിക്ക് പുതിയ വഴി കണ്ടെത്തി തന്നിട്ടുണ്ട്. മലയാളത്തിൽ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തുള്ള നല്ല റെസ്റ്റോറൻറ്റ് എനിക്ക് കാണിച്ചു തരാമോ? നിങ്ങളുടെ യാത്രാമധ്യേ ഏതാനും നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്. ബർക്ക റെസ്റ്റോറൻറ്റ് കണ്ണൂർ, ബെൽകാൻറ്റോ മൾട്ടിക്യൂസിൻ റെസ്റ്റോറൻറ്റ് എന്നിവയാണ് പ്രധാന ഓപ്ഷനുകൾ. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് പോകണോ അതോ കൂടുതൽ വിവരങ്ങൾ വേണോ? കണ്ടല്ലോ, മാപ്പിൽ തന്നെ എനിക്ക് റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് പോകുന്ന വഴിയിൽ പെട്രോൾ അടിക്കാനുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലെ വഴി കൂടി ആഡ് ചെയ്യണം. നിങ്ങളുടെ യാത്രാമധ്യേ ഏതാനും പെട്രോൾ പമ്പുകളുണ്ട്. ഇന്ത്യൻ ഓയിൽ, IOC, പെട്രോൾ ബങ്ക് എന്നിവയാണ് പ്രധാന ഗൂഗിൾ ഓപ്ഷനുകൾ. മാപ്പ് തന്നെ ആ കാര്യം മലയാളത്തിൽ പറഞ്ഞിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര പോകുന്ന ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് പകരം തത്സമയം ഗൂഗിളിനോട് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഷയിലും സംസാരിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെയാണുള്ളത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫോണിലെ ഗൂഗിൾ മാപ്പ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പുതിയ വേർഷനിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് നമ്മൾ സെർച്ച് ചെയ്യാറില്ലേ? ഞാനിപ്പോൾ പള്ളൂർ എന്ന സ്ഥലം സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പുതുതായിട്ടൊരു AI ഫീച്ചർ വന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇവിടെ AI ഫീച്ചർ ഇതുപോലെയല്ല കാണിക്കുന്നത്. ഒരു മൈക്രോഫോണിൻ്റെ ചിത്രമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ മതി. എന്തായാലും നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം ഇത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. മലയാളത്തിൽ സംസാരിക്കാമോ എന്ന് അതിനോട് പറഞ്ഞാൽ അത് മലയാളത്തിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. മലയാളത്തിൽ സംസാരിക്കാമോ? തീർച്ചയായും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? യാത്രയെക്കുറിച്ചോ അടുത്തുള്ള സ്ഥലങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും അറിയണോ? ഞാൻ ഈ പോകുന്ന യാത്രയ്ക്കിടയിൽ എനിക്കൊന്ന് പെട്രോൾ അടിക്കേണ്ടതുണ്ട്. അപ്പോൾ തൊട്ടടുത്ത പെട്രോൾ പമ്പ് ഏതാണെന്ന് മാർക്ക് ചെയ്തു തരാമോ? നിങ്ങളുടെ യാത്രക്കിടയിലുള്ള 2 പെട്രോൾ പമ്പുകൾ ഇവയാണ്. ആദ്യത്തേത് വളപട്ടണത്തെ IOC പെട്രോൾ ബങ്കാണ്. ഇത് നിലവിലെ സ്ഥാനത്ത് നിന്ന് 3.7 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിനോട് തത്സമയം ഏത് ഭാഷയിലും ആശയവിനിമയം നടത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തുടരെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ഇത് ഓഫാകുന്ന സമയത്ത് ആ ബട്ടൺ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.